ഇങ്ങനെ വിശ്വതാതാത്മ്യം പ്രാപിച്ച് സമബുദ്ധിയോടെ ഇരിക്കൽ പരിപൂർണ സ്വാതന്ത്ര്യം. പകരം എൻ്റെ അവസ്ഥ മഹാ അപകടമാണ്. ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടുക എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ഇതൊക്കെ അങ്ങ് ശ്രദ്ധിച്ചില്ലെങ്കിൽ, അങ്ങ് നോട്ടക്കുറവ് കാണിച്ചാൽ എന്താ അപകടം? ദൈവമേ, ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിത്. തത്രാപി നിത്യവും ഒരിക്കാലിരുന്നരുൾക വിശ്വൈകവന്ധ്യ ഹരി നാരായണായ നമഃ. ഭഗവാനെ, അങ്ങേക്ക് ഒരു ആസനം ഉണ്ട്, ഗംഭീരമായിട്ടുള്ള ആസനം. ഏതാ ആ ആസനം? എൻ്റെ ഹൃത്താമര, എൻ്റെ ചിത്താംബുജം, ചിത്തമാകുന്ന താമരയിൽ അങ്ങേക്ക് ഇരിക്കാം. പക്ഷെ അങ്ങ് ഇരിക്കേണ്ടടുത്ത് അങ്ങ് ഇരുന്നില്ലെങ്കിൽ ഷഡ്വൈരികൾ വന്ന് അവിടെ വിളയാടും. അതുകൊണ്ട് ഭഗവാനെ, ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം. എൻ്റെ ഹൃദയമാകുന്ന താമര, ചിത്തമാകുന്ന താമര, അത് ഷഡ്വൈരികൾ വന്ന് വിളയാടാൻ ഇടവരരുത്. പല ഷഡ്പദങ്ങളും ഒക്കെ വന്നിരുന്നേ അത് തിന്ന് നശിപ്പിച്ചു കളയും. അങ്ങനെ ഒരു അപകടം വരാതിരിക്കട്ടെ ഭഗവാനെ, അങ്ങ് വന്ന് അവിടെ ഇരിക്കുക. അയ്യോ, എനിക്ക് വലിയ തിരക്കുണ്ടല്ലോ ഉണ്ണീന്നാണെങ്കിലോ, വല്ലപ്പോഴൊക്കെ ദിവസത്തിൽ വന്നിരുന്നൂടെ ഭഗവാനെ? വല്ലപ്പോഴൊക്കെ അവിടുത്തെ ചിന്ത കൊണ്ട് എനിക്ക് ചിത്തം നിറയ്ക്കാൻ സാധിക്കട്ടെ. അങ്ങനെയാണെങ്കിലോ ആ അനുഗ്രഹം മതി. ബാക്കി എല്ലാ പ്രാരബ്ധങ്ങളെയും നന്നായി നേരിടാൻ എനിക്ക് സാധിക്കും. അനുഗ്രഹിക്കണേ പ്രഭോ. സത്യം വദാമി മമ ഭൃത്യാദിവർഗമതും അർത്ഥം കളത്ര സുതമിത്രങ്ങളെന്നിവയും ഒക്കെ ത്വതർപ്പണമതാക്കിയിട്ടു ഞാനുമിത തൃക്കാലിൽ വീണു ഹരിനാരായണായ നമഃ. ഒരു വിഷയം നമ്മളൊക്കെ സാധനയിൽ അനുഭവിക്കുന്നത്, ഭഗവാന്റെ സവിധത്തിൽ ഭഗവത് ചിന്തനവുമായിട്ട് ഇങ്ങനെ വർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഇതിപ്പോൾ ഒരു വീട്ടിൽ വളരെ വേണ്ടപ്പെട്ട ഒരു വിശിഷ്ട അതിഥി വന്നാലും ഇത് തന്നെ അനുഭവം അല്ലേ? നമ്മൾ അതിഥി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുടിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാക്കി വെക്കും. പിന്നെ നമുക്ക് കൊടുത്താലും പോരാ, ഒരുക്കി വെച്ചാലും പോരാ. ഇങ്ങനെ പുതുത് അല്ലേ? എന്താ ഒരു സമ്മാനം കൊടുക്കുക എന്ന് ആലോചിക്കുക. ഇത് ഞാൻ തരട്ടെ, കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവോ? ഇല്ല. അത് കുറച്ച് വട തയ്യാറാക്കിയത്, ഉണ്ണിയപ്പം തയ്യാറാക്കിയത് അല്ലേ? ഇതുപോലെ ഭഗവാനുമായിട്ടുള്ള കോൺവെർസേഷൻ മുറുകി സത്യം വദാമി, ഞാൻ സത്യമായിട്ട് പറയുന്നു, മമ ഭൃത്യാദിവർഗമതും അർത്ഥം കളത്ര സുതമിത്രങ്ങളെന്നിവയും ഒക്കെ ത്വതർപ്പണം. എനിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ അങ്ങേക്കാം എന്നിങ്ങനെ തൃപ്തിയില്ല. കൊടുത്തിട്ട് സാക്കാലതും സമർപ്പിച്ച് ഞാൻ എന്താ ചെയ്യുന്നത്? ഒക്കെ ത്വതർപ്പണമതാക്കിയിട്ടു ഞാനുമിത് എല്ലാം അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ച ശേഷം ഞാൻ എന്നെ തന്നെയും ഭഗവാനെ സമർപ്പിക്കുന്നു. ആത്മനിവേദനം ഭക്തിയുടെ ആ പടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പടിയാണ് ആത്മനിവേദനം. സഖ്യം കഴിഞ്ഞിട്ട് പിന്നെ ആത്മനിവേദനം. ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. പത്മനാഭദാസൻ പൂർണ്ണമായി. നീ അവിടുന്ന് തീരുമാനിച്ചോളൂ. ഭഗവാൻ ഇത് ആവശ്യപ്പെടുന്നുണ്ടേ. ഭഗവാൻ പറയണത് എന്താ? എല്ലാം എന്നിൽ അർപ്പിക്കുന്ന മുറയ്ക്ക് ഞാൻ നിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. ഉപദ്രഷ്ട, അനുമന്ത, ഭർത്ത, ഭോക്ത, മഹേശ്വര, പരമാത്മാ. ഈ പ്രകാരം ഭഗവാൻ നമ്മെ ക്രമത്തിൽ അനുഗ്രഹിക്കും. ഏത് ക്രമത്തിൽ? നാം സമർപ്പിക്കുന്ന ക്രമത്തിൽ. എല്ലാവരിലും ഭഗവാനുണ്ട്, രാവണനിലും ഭഗവാനുണ്ട്. രാവണനിൽ ഭഗവാൻ എങ്ങനെയാ? സകല വേണ്ടാധീനങ്ങളും കാണിക്കുന്ന രാവണനിൽ ഭഗവാൻ എങ്ങനെയാ അരുളുന്നത്? ഉപദ്രഷ്ടാവായിട്ട്, ജസ്റ്റ് എ വിറ്റ്നസ്. ഭഗവാൻ ഒരു കാര്യത്തിൽ ഇൻവോൾവ്ഡ് ആവില്ല. പക്ഷെ രാവണൻ കുറച്ച് സമർപ്പിക്കാൻ തയ്യാറായാലോ അനുമന്താവും. ഇത് ചെയ്തോളൂ കേട്ടോ, ഇത് ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ ഇടപെട്ട് തുടങ്ങും.
പൂർണ്ണമായി നമുക്ക് ഭഗവാന് മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കുമ്പോൾ പരമേശ്വരനായി ഭഗവാൻ വിളങ്ങും, നാം ഇല്ല. അങ്ങനെയെല്ലാം സ്വീകരിക്കണേ ഭഗവാനെ. ഹരനും വിരിഞ്ചനും ഹരനും വിരിഞ്ചനും ഒരമരേന്ദ്രനാദികളും അറിയുന്നതല്ല തവ മറിമായ തന്മഹിമ. കരുവായി മുതൽ കരളിൽ ഒരുപോലെ നിന്ന പരജീവ നീ തെളിക നാരായണായ നമ. അവിടുത്തെ മഹിമാവിശേഷത്തെ മനസ്സിലാക്കാൻ സാക്ഷാൽ ഹരിയാകട്ടെ, ഹരനാകട്ടെ, വിരിഞ്ചനാകട്ടെ, മഹാവിഷ്ണുവോ ബ്രഹ്മാവോ ശിവനോ മറ്റു ദേവേന്ദ്ര വൃന്ദമോ ഒന്നും, ദേവനും ഇന്ദ്രവൃന്ദവും ഒന്നും, ദേവന്മാരും ഇന്ദ്രനും ഒന്നും സമർത്ഥരേ അല്ല. ഇത് സമഷ്ടി അർത്ഥത്തിൽ. വ്യഷ്ടി അർത്ഥത്തിൽ എൻ്റെ മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കൊന്നും അങ്ങയെ പിടികിട്ടില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് സമഷ്ടി തലത്തിൽ ദേവന്മാർ, നമ്മുടെ മനസ്സാണ് സമഷ്ടി തലത്തിൽ ഇന്ദ്രൻ, നമ്മുടെ ബുദ്ധിയാണ് സമഷ്ടി തലത്തിൽ ബ്രഹ്മാവ്. പിടികിട്ടില്ല. അങ്ങനെയുള്ള പ്രഭോ, അങ്ങ് എൻ്റെ ഉള്ളിൽ നന്നായി തെളിഞ്ഞ് സർവാധികാരവും അങ്ങ് ഏറ്റെടുക്കണേ പ്രഭു.